കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രദീപ് ജി പണിക്കർ സർ, എങ്ങനെയായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ? എങ്ങനെയായിരുന്നു പ്രതിയുടെ ഒരു സ്വഭാവം ഒക്കെ? കേസിലെ 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. അതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരായ ശേഷം പ്രതിക്ക് വേണ്ടി മൂന്ന് അഭിഭാഷക സംഘമാണ് ഹാജരായിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ കേസിലെ പ്രോസിക്യൂഷനും ഡിഫൻസും എല്ലാം കോടതിയുടെ ഡെക്കോറം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ മാന്യമായ തരത്തിലുള്ള വിചാരണ നടപടികളാണ് കോടതിയിൽ നടന്നിട്ടുള്ളത്. ആ കേസിനകത്ത് ആദ്യം മുതൽ തന്നെ പ്രതിഭാഗം ഉയർത്തിയ ഒരു ആരോപണം പ്രതിക്ക് മാനസിക സ്ഥിരതയില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതിയിലെ പ്രതിയുടെ പെരുമാറ്റങ്ങളും കോടതിക്ക് പുറത്തുള്ള പ്രതിയുടെ പെരുമാറ്റങ്ങളും കുറ്റകൃത്യത്തിന് മുമ്പും ആ സമയത്തും ശേഷവുമുള്ള പ്രവൃത്തികളും ഒരു മാനസിക വിഭ്രാന്തിയുടെ തലത്തിലേക്കുള്ളതല്ല എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിക്ക് സാധിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായത് പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദമാണ്. പക്ഷേ സഹപ്രവർത്തകർ ഉൾപ്പെടെ അല്ല എന്ന തരത്തിൽ ഒരു മൊഴി നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മൊഴിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിക്ക് ഇത്തരത്തിൽ മാനസിക പ്രശ്നമുണ്ട് എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതെങ്ങനെയാണ് ഉണ്ടായത്? പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വന്നാൽ മാത്രമേ ഈ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനായ പ്രതി അപ്രകാരമുള്ള ഒരു തർക്കത്തിന് ഏത് തരത്തിലുള്ള തെളിവുകൾ നൽകാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അത് പഠിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് ഒരു തെളിവുകൾ സമർപ്പിച്ചൊരു കേസായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. പക്ഷേ ആ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളവാണ് എന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകൾ കൊണ്ട് പ്രോസിക്യൂഷൻ സാധിച്ചു. സാർ പറഞ്ഞ പോലെ ഈ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പോയിന്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്? അത് ഒരു സാധാരണക്കാരനായ ഒരു ലേമാൻ അല്ല ഈ കേസിലെ പ്രതി. അയാൾ വളരെ വിദ്യാസമ്പന്നനാണ്. അയാൾക്ക് സമൂഹത്തിൽ നന്നായി ജീവിച്ച് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആകെയുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന തരത്തിലുള്ള മാനസിക വിഭ്രാന്തി എന്ന് പറയുന്ന തർക്കം എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ തർക്കത്തിന് ഉപോത്ബലമായി എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് അയാൾ ഈ സംഗതികൾ കോടതിയിൽ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തടവിലിരിക്കുമ്പോൾ തന്നെയാണ് ഇദ്ദേഹം ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി. തീർച്ചയായും തടവിൽ കഴിയുന്ന സമയത്ത് ജയിൽ ലൈബ്രറിയിൽ നിന്നും ഇത്തരം പുസ്തകങ്ങൾ അയാളുടെ എടുത്ത് പഠിച്ച് അപ്രകാരം ഒരു ഡിഫൻസിലേക്ക് അയാൾ മാറി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കേസിൽ എങ്ങനെയുള്ള ഒരു വിധി, അതായത് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്ന് തന്നെയാണല്ലോ പ്രോസിക്യൂഷന്റെ? തീർച്ചയായും ഇപ്രകാരം ഒരു സംഗതി ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്നോ മറ്റുള്ളവർക്ക് ഒരു താക്കീതാകുന്ന തരത്തിലുള്ള പരമാവധി ശിക്ഷ ഈ കേസിലെ പ്രതിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഏതായാലും കേസിൽ വിധി 19-ാം തീയതി പ്രഖ്യാപിക്കും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.